നമസ്കാരം. രാജ്യത്തെ വിവിധ സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നതിനും വ്യക്തികൾക്കും ബിസിനസ് സംരംഭങ്ങൾക്കും ഇന്ന് പാൻ കാർഡ് അത്യന്താപേക്ഷിതമാണ്. ഇടത്തരം വരുമാനമെങ്കിലും ഉള്ളവരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഘടകമായി പാൻ കാർഡ് മാറിയെന്നും വിശേഷിപ്പിക്കാം. പാൻ 2.0 പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. QR കോഡ് സൗകര്യമുള്ള ഒരു പുതിയ പാൻ കാർഡ് താമസിയാതെ ഉപയോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങും. നിലവിലെ പാൻ കാർഡ് സോഫ്റ്റ്വെയർ 15-20 വർഷം പഴക്കമുള്ളതാണെന്നും നവീകരിക്കേണ്ടതുണ്ടെന്നും കണ്ടാണ് പാൻ 2.0 നടപ്പാക്കാൻ കേന്ദ്രം തീരുമാനിച്ചത്. അതേസമയം പ്രവാസികൾക്ക് പാൻ കാർഡ് പുതുക്കണോ എന്നത് ചിലർക്കെങ്കിലും സംശയം കാണും. പ്രവാസികൾക്ക് നികുതി റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിലോ നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് ഇടപാടുകൾ നടത്തണമെങ്കിലോ പാൻ കാർഡ് നിർബന്ധമാണ്. ആവശ്യമായ രേഖകളും നിശ്ചിത ഫീസും സഹിതം ഫോം നമ്പർ 49A സമർപ്പിച്ചുകൊണ്ട് ഒരു പ്രവാസിക്ക് പാൻ കാർഡിന് അപേക്ഷിക്കാം. പാൻ കാർഡ് സേവന കേന്ദ്രങ്ങൾ വഴിയോ UTIISL വഴി ഓൺലൈനായോ അപേക്ഷ നൽകാം. NRI അപേക്ഷകൾക്ക് സ്വന്തമായി ഇന്ത്യൻ വിലാസം അല്ലെങ്കിൽ വിദേശത്തെ വീടോ ഓഫീസ് വിലാസമായി നൽകാം. വിദേശത്തേക്കാണ് പാൻ കാർഡ് അയക്കേണ്ടതെങ്കിൽ 994 രൂപ, അതായത് അപേക്ഷാ ഫീസും ഡിസ്പാച്ച് ചാർജുകളും അടക്കം 994 രൂപ നൽകണം. പാസ്പോർട്ടിന്റെ പകർപ്പ് പാൻ അപേക്ഷാ ഫോമിനോടൊപ്പം തിരിച്ചറിയൽ രേഖയായി നൽകാം. വിലാസത്തിന്റെ തെളിവായി പാസ്പോർട്ടിന്റെ പകർപ്പ് അല്ലെങ്കിൽ താമസിക്കുന്ന രാജ്യത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ പകർപ്പ് അല്ലെങ്കിൽ NRI അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ പകർപ്പ് തുടങ്ങിയവയിൽ ഏതെങ്കിലും രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട്. ബിസിനസ് സംരംഭങ്ങൾക്ക് ഒരു പൊതു തിരിച്ചറിയൽ കാർഡ് എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന പാൻ 2.0 ഓൺലൈനിലൂടെ സൗജന്യമായും അപ്ഗ്രേഡ് ചെയ്യാം. നിലവിലെ പാൻ നമ്പർ മാറില്ല. ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നതിനാൽ ശക്തവും സുരക്ഷിതവുമായ തിരിച്ചറിയൽ രേഖയായി പുതിയ പാൻ 2.0 മാറുമെന്നാണ് കേന്ദ്രത്തിന്റെ പ്രതീക്ഷ. ഉപഭോക്തൃ ഡേറ്റ സുരക്ഷ ഉറപ്പാക്കാനും സൈബർ ആക്രമണങ്ങൾ ചെറുക്കാനും സാധിക്കുന്നുവെന്നാണ് കരുതുന്നത്. QR കോഡ് സഹിതമാണ് പുതിയ പാൻ 2.0 എത്തുന്നത്. ആദായ നികുതിദായകരുടെ നടപടിക്രമങ്ങൾ എളുപ്പമാക്കുക കൂടി ഉദ്ദേശിക്കുന്ന പാൻ 2.0 പദ്ധതിക്ക് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയിട്ടുണ്ട്. 1435 കോടി രൂപ ചിലവിട്ടാണ് പുതിയ പദ്ധതി കേന്ദ്രം നടപ്പാക്കുന്നത്. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി നികുതി വകുപ്പ് ഉൾപ്പെടെ എല്ലാ സർക്കാർ സംവിധാനങ്ങളിലും ഒരു പൊതു ID ആയി ഉപയോഗിക്കുക കൂടി ലക്ഷ്യമിടുന്നതാണ് പാൻ 2.0. നിലവിൽ രാജ്യത്തെ 78 കോടി പാൻ കാർഡ് ഉടമകളുണ്ട്. ഇതിൽ 98% വ്യക്തികൾ. ഓരോ വ്യക്തിയുടെയും ബിസിനസ് സ്ഥാപനങ്ങളുടെയും സമ്പൂർണ്ണ സാമ്പത്തിക ഇടപാട് വിവരങ്ങൾ ലഭിക്കുമെന്നതാണ് ഈ 10 അക്ക ആൽഫ ന്യൂമറിക് നമ്പറോട് കൂടിയ പാൻ കാർഡിന്റെ സവിശേഷത. ബാങ്കിംഗ് സേവനങ്ങൾ, നികുതി ഇടപാടുകൾ തുടങ്ങിയവയ്ക്കെല്ലാം പാൻ അനിവാര്യമാണ്. ആദായ നികുതിയിലെ സ്രോതസ്സിൽ നിന്നുള്ള നികുതി, വിൽപ്പന ഇടപാടിൽ നിന്നുള്ള നികുതി, മറ്റ് നികുതി ഇടപാടുകൾ എന്നിവ ഒറ്റ കുടക്കീഴിൽ കേന്ദ്രീകരിക്കാൻ നികുതി വകുപ്പിന് പാൻ വിവരങ്ങളിലൂടെ സാധിക്കും. ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുമ്പോൾ പാൻ വിവരങ്ങൾ നൽകേണ്ടതും നിർബന്ധമാണ്.